ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. 24 hours നോ സ്ലീപ്പ് ചലഞ്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഉറങ്ങുന്നില്ല. മാക്സിമം ഞങ്ങൾ ഉറങ്ങാനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് മാക്സിമം നമ്മൾ നോക്കും ഉറങ്ങാനായിട്ട്. അതായത് ഞാൻ മാളുവിനെ ഉറക്കാനായിട്ട് നോക്കും, അപ്പോൾ മാളു തിരിച്ചു നോക്കും. അപ്പൊ ആരാണ് ആദ്യം ഉറങ്ങുന്നത് അവരൗട്ട്. മാളു പക്ഷെ ആദ്യം ഉറങ്ങത്തുള്ളൂ. എങ്ങനെയും ഞാൻ മാളുവിന് ഉറക്കും, എന്തൊക്കെ വഴി എടുത്തിട്ടായാലും. മാളുവിന് കുറച്ച് ചോക്ലേറ്റ് കൊടുത്താൽ മതി, മാളു ഉറക്കും. അപ്പൊ ഗൈസ് ഇപ്പത്തെ സമയം 9:31 ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ നാളെ 9:31 വരെയാണ് നമ്മുടെ ഈ ചലഞ്ച്. 24 hours ആവുന്നത്. ഔട്ട്. ഉറങ്ങാൻ പറ ഗൈസ്, ഉറങ്ങിക്കോ. അപ്പൊ ഗൈസ് ഞങ്ങളതേ സലൂൺ വരെ ഒന്ന് പോവാം. എനിക്ക് ഹെയർ സ്പാ ഉണ്ടെന്ന് കട്ട പോസ്റ്റ് കേസ്. സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-19 ആയിട്ടുണ്ട്, 10-20 ആയിട്ടുണ്ട്. ജോമൻ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് പ്രത്യേകം നോക്കണം ഗൈസ്. ഞാൻ വണ്ടി ഓടിച്ചൊക്കെ ഉറങ്ങും, എനിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് സമയം വന്നിട്ട് 12:53. നമുക്ക് കുറച്ച് മാളുവിൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യമായിട്ട് ഹോട്ടലിലും കൂടെ കയറേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ വീഡിയോക്ക് അലൗഡല്ലല്ലോ, അലൗഡാണ് പക്ഷേ എടുക്കുന്നത് മോശം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം പോയി. നമുക്കിത് നല്ല വിശപ്പടിക്കുന്നുണ്ട്, ഇനി ഫുഡ് അടിക്കണം. റെഡി ആയിട്ട് ഇത് അരുളകം എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇതൊരു പണ്ട് തൊട്ട് ഞാൻ എൻ്റെ കുഞ്ഞു ക്ലാസ്സിലോട്ടേ ഇവിടെ വരും. ഇപ്പോഴും സ്റ്റില്ല ഒരു ലെഗസി കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ടേസ്റ്റുമാണ്, നല്ല പൊറോട്ടയാണ്. അങ്ങനെ മാള് സ്പാ ചെയ്യാൻ പോവാണ്. സമയം വന്നിട്ട് 1:47 കട്ട പോസ്റ്റ് 3:28 ഗേസ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ടൈം ഇത്ര ആയിട്ടുണ്ട് ഗേസ്, 3:54 പെട്ടെന്ന് പോയി കേട്ടോ. ഇനി ലേഗ് അടിക്കാൻ പോകുന്നത് രാത്രിയായിരിക്കും. രാത്രി എങ്ങനെയൊക്കെ നോക്കിയാലും ടൈം പോകില്ല. ഇത് പെട്ടെന്ന് പോയി. ഇന്നേനതേ 4 മണി ഇതാന്ന് ഉറങ്ങുമ്പോൾ പോയി. ഇനി മാള് നീ പോയി കിടന്നുറങ്ങിക്കോ. ഉറക്കം വരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ. നീ വരുന്നോ ജോലി ചെയ്യാൻ? ജോലി ചെയ്യാൻ വരുന്നു. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. ക്ലീനിങ്ങിലാണോ ജോമോനെ? വൃത്തിയാക്കലിലാണോ? തൂക്കാന്നാ വിചാരിച്ച മാളും. നമ്മൾ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെട്ടു. ബാഡ്മിൻ്റൺ കളിക്കാം. നമ്മൾ ഇന്നലെയും കളിച്ചായിരുന്നു ബാഡ്മിൻ്റൺ. ഹെൽത്തിന് നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ, ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഗൈസ് നമ്മൾ കളിച്ചൊക്കെ തീർന്നു. ഉറങ്ങിക്കോ. അപ്പോൾ സമയം 5:49. ആള് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഉറങ്ങുവാണെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ സമയം ഗൈസ് 7:39 ആയിട്ടുണ്ട്. ഞങ്ങളിനി കുളിക്കാനുള്ള പരിപാടിയാണ്. വേർത്തൊക്കെ ഇരിക്കുകയാണ്. നേരത്തെ കുളിച്ച് പിന്നെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഇനി പോയി കുളിക്കണം, അതാണ് നെക്സ്റ്റ് പരിപാടി ഗൈസ്. ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ കുളിച്ചിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പം ടൈം എന്തായി മാളു? 9:30 ആയി. അപ്പം 9:30 ആയി. ഇപ്പോഴും ഒരു ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കുളിച്ചിട്ടൊക്കെ നിന്നപ്പോ നല്ലതായിട്ട് ഉറങ്ങിയാൽ മതി. കണക്ക് ഇനി നമുക്ക് ഇയർക്കിലൊക്കെ വെച്ചിരിക്കേണ്ടി വരും. നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാം. അപ്പോൾ എനിക്ക് കഴിക്കാൻ പൊട്ടും പഴവും മുരിങ്ങയ്ക്കയും, മാളൂന് ചോറും പയറും മുരിങ്ങയ്ക്കയും. അപ്പോൾ ഗൈസ് സമയം വന്നിട്ടിപ്പോൾ 10:48 മാളുവാണെങ്കിൽ ഉറങ്ങാനുള്ള എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. മിക്കവാറും മാള് ഉറങ്ങുന്നാണ് തോന്നുന്നത്. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ
ഇല്ല, ഞാൻ തോറ്റു വരത്തില്ല. കുഴപ്പമില്ലടാ, അത് ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കമൊക്കെ പതിയെ പോകുന്നുണ്ട്. കുഴപ്പമില്ലടാ, ഉറങ്ങിക്കോടാ, കുഴപ്പമില്ലടാ. കേസ് 12:05 അപ്പം നമ്മളത് അടുത്ത ദിവസത്തിലോട്ട് ആയിട്ടുണ്ട്. ഇനി എത്ര മണിക്കൂറുണ്ട് നാളെ? ഇനി ഒരു 9.5 hours കൂടെ. അതുകൂടെ ഞാൻ ഉറങ്ങാണ്ടിരിക്കും. നാള് പക്ഷേ ഉറങ്ങുമെന്നാണ് തോന്നുന്നത്. മൂവി കാണാൻ പോവാണ്. ഒന്ന് 20 ഗൈസ്. സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ നല്ല ഉറക്കം വന്നു. അങ്ങനെ ഞാൻ പോയി മൊഹമൊക്കെ കഴുകിയിട്ട് വന്നു ഗൈസ്. സിനിമ കണ്ടാൽ എനിക്ക് ഉറക്കം വരും, ഞാൻ പറഞ്ഞില്ലേ അല്ലേ? ഉറക്കം എനിക്ക് ചുമ്മാ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉറക്കം പോകും. ഇങ്ങനെ കണ്ട് ചാടാൻ പോലും വയ്യ ഗൈസ്. പക്ഷേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. ചലഞ്ച് വിടത്തില്ല ഗൈസ്, ഞാനും വിടത്തില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. സമയം വന്നിട്ട് 3:33. ഞങ്ങളിനി പോയി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുക. ബാ ഗൈസ്, നമുക്ക് പുറത്തോട്ട് പോകാം. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഗൈസ് മാനവീയ വീതിയിൽ ജോമൻ്റെ സ്ഥിര സ്കൂളിലോട്ട് പോവാൻ. ഇപ്പോൾ സമയം എത്രയാണ്? 4:23. നമ്മളിതൊരു ചായ കുടിച്ച് വൈബ് കുടിക്കുകയാണ്. മലയോ വീതിയിൽ കൂടെ നടക്കുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ടൈം 6:15 നമ്മളിത് യെസ് അങ്ങനെ നേരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇനി എത്രയാ? ഇനി ഒരു 3 hours കൂടെ ഉള്ളു. നമ്മൾ ഇത്ര ഇരിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ ഇതുവരെ 24 hours ഇരുന്നിട്ടില്ല. ജോമ ഇരുന്നിട്ടുണ്ടല്ലേ? ജോമ ഇരുന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ്. അപ്പോൾ നമുക്കിതേ അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്കിതേ സൺറൈസ് കാണാൻ പറ്റി. കുറേ നാളായി സൺറൈസ് കാണണമെന്ന് വിചാരിച്ചിരിക്കുക. സമയം 7:15 ഇനി വളരെ കുറച്ച് സമയം കൂടെ മാത്രം. മാളു നീ പോയി കിടന്നിറങ്ങിക്കോ, നിനക്കല്ലേ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. മാളു ഉറക്കം വരുന്നു എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കുക. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഒടുവിൽ നമ്മുടെ ചലഞ്ച് തീരാൻ പോവുകയാണ്. ഇനി ഒരു മിനിറ്റ് കൂടെ മാത്രം. 9:31 കഴിഞ്ഞ് ഗൈസ്. നമ്മുടെ ചലഞ്ച് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കണ്ണൊന്ന് തുറക്കാൻ വയ്യ ഗൈസ്, അതാണ് സത്യാവസ്ഥ. ഇനി വേണം പോയി കിടന്നുറങ്ങാൻ. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ വീഡിയോ ഇവിടെ അങ്ങ് നിർത്തുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.